ഹലോ ഗൈസ്, ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന മൂവി കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഗൈസ്. എവിടെ നോക്കിയാലും കാന്താര കാന്താര കാന്താര. ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ട് അങ്ങനെ ഒരു സിനിമ അവസാനം നമ്മുടെ മുന്നിൽ എത്തിയിട്ട് വിസ്ഫോടനമായിട്ട് ആയോണ്ടിരിക്കുകയാണ് കേസ്. അപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു കേസ്. ഇപ്പോൾ ഋഷഭ് ഷെട്ടിയുടെയൊക്കെ മൂപ്പര ഒരു ലൈഫിൻ്റെ ഒരു സംഗതി, അതായത് നമുക്കറിയണതാണ് മൂപ്പരുടെ ഒരു ഊർജ്ജം എന്ന് പറയണത് നമ്മളെയൊക്കെ ഒരുപാട് ഉത്തേജിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ വീട്ടുകാരെയൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ചെറുപ്പം മുതൽ തന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് പല ജോലികൾ ചെയ്ത് സിനിമ എന്നുള്ള പ്രാന്ത് മൂത്തിട്ട് അങ്ങനെ അങ്ങനെ നടന്ന ഏറ്റവും അവസാനം ഇങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം വലിയൊരു എന്താ പറയുക, നമുക്കൊക്കെ ശരിക്കും റോൾ മോഡലാക്കി എടുക്കാവുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ അത്ര വലിയ ബഡ്ജറ്റോടെ നല്ലാണ്ടാണ് മൂപ്പർ ചെയ്തത് അല്ലേ എന്നാണ് സംഗതി. പക്ഷേ രണ്ടാമത്തെ സിനിമയ്ക്ക് വന്ന സമയത്ത് ഒക്കെ മൂപ്പരത് അതിൽ തന്നെ ചാപ്റ്റർ 1 എന്നുള്ള ലെവലിൽ ആ സംഗതിയെ മാറ്റി ഞെട്ടിച്ച് കളഞ്ഞ്. അപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ചായിരുന്നു മുമ്പ് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ സിനിമ ഇപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ അതൊരു വമ്പൻ സാധനമായിരുന്നു എന്നുള്ളൊരു സംഗതി. അപ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു ഞെട്ടൽ വന്നത് ഋഷഭ് ഷെട്ടിയുടെ കാര്യത്തിലാണ് കേസ്. അതായത് അത് ഭയങ്കരമായിട്ട് നമ്മുടെ കോൺഫിഡൻസിന് കൂട്ടുന്നുണ്ട്. ഒരു നാട്ടിൻപുറത്തു നിന്നൊക്കെ നമ്മൾ വരുന്ന ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലായി ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ജോലിക്ക് സിനിമ എന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ, അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറഞ്ഞ് നടക്കല്ലേ, കല എന്ന് പറഞ്ഞ് നടക്കല്ലേ എന്നൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ആളുകളെ മൊത്തം മോട്ടിവേറ്റ് ചെയ്യുക, നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കും. ആരും നമ്മളെ വിശ്വസിക്കാത്തൊരവസ്ഥ വരും. അതേപോലെ നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കാത്തൊരവസ്ഥ വരും. ഫുള്ള് നെഗറ്റീവാ, പുച്ഛം, പരിഹാസം, ഇതൊക്കെ. ആ മനുഷ്യൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങൾ ആ സീനൊന്നും ആലോചിച്ചേക്കൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുക, അവസാനം ഒരു ദിവസം നമ്മൾ സക്സസ്ഫുൾ ആവും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പലരും അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ നിന്ന് വിടുകയും ചെയ്തിരുന്നു, അവിടെ എത്തിയിട്ടില്ല, അതിൻ്റെ ഇടയിൽ കടന്ന് വട്ടട്ടേക്കാലും തിരിഞ്ഞ് പലരും കെട്ടിത്തൂങ്ങി ചാവും അല്ലേ. ഇങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളുണ്ട്. അതേപോലെ പലർക്കും എന്താ വെച്ചാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കൂടുള്ളവരൊക്കെ സെറ്റിൽഡ് ആവണം, നമ്മൾ മാത്രം സെറ്റിൽഡ് ആയിട്ടില്ല, നമുക്കൊരു ലൈഫായിട്ടില്ല, അങ്ങനെ കൊണ്ട് പിന്നെ പകുതി മുക്കാലും കഴിഞ്ഞിട്ട് ചെറിയൊരു തള്ളുകളി ഉണ്ടെങ്കിൽ നമ്മുടെ ഡോറ് തുറക്കണ്ടായിരിക്കും. പക്ഷേ അതിനുള്ള ഊർജ്ജം ഇല്ലാണ്ട് പലരും വീണ് പോവും. പലരും അവിടെ വെച്ചിട്ട് ഇനി നടക്കൂല വിചാരിച്ചിട്ട് വലിയൊരു അവസരമായിരിക്കും, വലിയൊരു വെല്ലുവിളിയായിരിക്കും, അതിലൊരു അവസരം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളി ആ അവസരമാണെന്ന് മനസ്സിലാക്കാണ്ട് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ട് നമുക്ക് ഊർജ്ജം അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പോൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കൂലേ. അപ്പോൾ അതാണ് അത്. വേറെ എന്താ പറയുക, ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടി തോന്നുന്നു. എന്തായാലും ഋഷഭ് ഷെട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ഗൈസ്, സാധാരണക്കാരായ എന്നെപ്പോലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും.